നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയാവുകയാണ്. അതെ, വോട്ടിടുകയാണ്. ഇനി നമ്മളതിൻ്റെ ഫലം അറിയാൻ അടുത്ത മാസം ആദ്യം വരെ കാത്തിരിക്കണം. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ തന്നെ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് ഇത് വഴിവെക്കും എന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. എന്താണ് രമേഷിൻ്റെ ഒരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? അതായത് കേരളത്തിൻ്റെ ഒരു 80-കൾക്ക് ശേഷം കേരളത്തിൽ ഒരിക്കലും ഒരു തുടർഭരണം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് ഈ തുടർഭരണം ഉണ്ടാകുന്നത്. അതിന് കോവിഡ് ഒരു നിമിത്തമായി. കാര്യം അന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയം അത്രത്തോളം സജീവമായിരുന്നില്ല. കാര്യം നമ്മളെല്ലാം വീട്ടിൽ ഇരുന്നിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതൊരു വല്ലാത്തൊരു സമയത്ത് നടന്നൊരു ഇലക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനം പ്രതിപക്ഷത്തിന് പോലും ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യം. അല്ല, അവിടെയൊക്കെ പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തും ചില പരാതികൾ ഉണ്ടായിരുന്നു. അവർക്ക് വീട് വെച്ച് അത്തരം പരാതികളൊക്കെ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത് മനുഷ്യനിർമ്മിത അത്തരം ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോവിഡിന്റെ കാലത്ത് ജനം സൈലന്റായി, പ്രതിപക്ഷം സൈലന്റായി. പ്രതിപക്ഷത്തിന് സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം. അതെ, നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തുടർഭരണം കിട്ടുന്നു. ഈ തുടർഭരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഇടതുമുന്നണി അധികാരത്തിൽ വരുന്ന VS അച്യുതാനന്ദന്റെ മുഖം കാണിച്ചിട്ടാണ്. അതിനുശേഷം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഈ തുടർഭരണം വരുന്നത്. അപ്പം VS എന്ന് പറഞ്ഞ ഫാക്ടറിലായിരുന്നു, VS മത്സരിച്ചില്ല. അങ്ങനെ തുടർഭരണം കിട്ടുകയാണ്. ആ തുടർഭരണം ഹാട്രിക്കിലേക്ക് പോകുമോ എന്നൊരു തോന്നൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യം ഇത് പിണറായി വിജയനാണ്, വളരെ സ്ട്രോങ് ആയിട്ട് ഭരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. സ്വർണ്ണക്കൊള്ളയൊക്കെ ആ സമയത്തുണ്ടെങ്കിലും കോൺഗ്രസിൽ അനയിക്കും എല്ലാ പ്രശ്നങ്ങളും കാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുവർണ അവസരം, ഹാട്രിക്കിലേക്ക് പോകാനുള്ള സുവർണ അവസരമായിരുന്നു പിണറായി വിജയന് ജനം കൊടുത്തത്. പശ്ചിമ ബംഗാളിലെ പോലെ ഒരു പക്ഷേ 25 കൊല്ലം കേരളവും ഭരിക്കാനുള്ള CPM-നുള്ള ഒരു അവസരം. പക്ഷേ അത് എവിടെയൊക്കെയോ താളം പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല നടപടികളും ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടികൾക്കുപരി ബ്യൂറോക്രസിയാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. കാര്യം ഈ NGO യൂണിയനും ഇടതുപക്ഷ സംഘടനകളുമാണ് എല്ലാ ഓഫീസിലും കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇവർക്ക് തുടർഭരണം കിട്ടിയതോടെ ഇവര് ഏകാധിപതികളെ പോലെ യൂണിയൻ നേതാക്കൾ ജീവനക്കാർക്ക്, അതായത് അവരുടെ യൂണിയനിൽപ്പെട്ട ജീവനക്കാർക്ക് പോലും അവരെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഗതിയില്ലാത്ത അവസ്ഥ. എന്തിനേറെ പറയുന്നു, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ IAS IPS പോലും വളരെ താഴെത്തട്ടിലുള്ള സാധാരണ ഉദ്യോഗസ്ഥന്മാർ NGO-മാരായിട്ടുള്ള ജീവനക്കാർ ഭരിക്കുന്ന അവസ്ഥ. ആ ഭരണം അവിടെ ഓഫീസിലെത്തുന്ന, പ്രത്യേകിച്ച് റവന്യൂ ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിൽ ഒക്കെ എത്തുന്ന സാധാരണക്കാരായ വില്ലേജ് ഓഫീസിൽ പോകുന്ന ഇവരുടെ മേല് അഴിമതി ഇല്ലെങ്കിലും കാര്യങ്ങൾ അവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സെക്രട്ടേറിയറ്റിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ഹൗസിംഗ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. അവിടെ ഒരു 5000 ജീവനക്കാരേ ഉള്ളൂ. ഈ 5000 ജീവനക്കാരിൽ 4000 പേരും NGO അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരാണ്. ഈ സെക്രട്ടേറിയറ്റിൽ NGO ഇല്ല, സെക്രട്ടേറിയറ്റ് അസോസിയേഷനാണ് അവർ പക്ഷേ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടിയ ഭൂരിപക്ഷം 2500 ഭൂരിപക്ഷം. 10 പേര് നിന്ന് 10 പേർക്കും. അതായത് അവിടെ പോലും അസംതൃപ്തിയാണ്. അങ്ങനെ അതായത് നീതി കിട്ടുന്നില്ല. താലൂക്ക് ഓഫീസിൽ പോയാലും വില്ലേജ് ഓഫീസിൽ പോയാലും ഒക്കെ നമ്മൾ ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും നടക്കുന്നില്ല. കോർപ്പറേഷൻ, തദ്ദേശ, മുഖ്യമന്ത്രിയുടെ ഒരു ഭാഷയും ശരീരഭാഷയും എല്ലാം എവരും അങ്ങ് അനുകരിക്കാൻ. അതെ. തിരുവനന്തപുരത്തുകാരായ പല ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ പോലും കണ്ണൂർ ഭാഷ മുഖ്യമന്ത്രി പറയുന്ന അതേ ശൈലിയിൽ പ്രസംഗിക്കാൻ നേതാക്കളാണ്. പിന്നെ ഈ അതിൻ്റെ അകത്ത് തന്നെ ഈ അസോസിയേഷൻ ജീവനക്കാരുടെ സംഘടനകൾക്ക് ഇടയിൽ തന്നെ വലിയ ഗ്രൂപ്പുകളും ഈ ഗ്രൂപ്പുകൾ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അങ്ങനെ ജനത്തിനെ പൊറുതിമുട്ടിക്കുന്ന അവസ്ഥയിൽ ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ കാര്യങ്ങൾ നടക്കുമോ പറയും. മറ്റേ ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് എടുക്കാം, വിവാഹ സർട്ടിഫിക്കറ്റ് മാത്രമല്ലല്ലോ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതം. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടാത്തൊരു സാഹചര്യം. അതൊരു ഭീകരമായ അവസ്ഥ. അത് കോടതി പോകുക അല്ലാതെ ഈ നാട്ടിൽ നീതി കിട്ടാൻ വേറെ നമ്മുടെ സ്ഥാപനത്തിന് ഉദാഹരണം. അതെ, കോടതിയിൽ പോയാലും കോടതിയിലെ കാലതാമസമുണ്ട്, നീതി കിട്ടാനുള്ള കാലതാമസമുണ്ട്. അപ്പം ജനങ്ങൾ മടുത്തു. ഇതിനൊപ്പമാണ് ഈ ധാർഷ്ട്യവും പിന്നെ ചെയ്യുന്നതെല്ലാം തെറ്റാന്ന് തുടങ്ങുക, ആഗോള അയ്യപ്പ സംഗമം നടത്തുക, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ ഇത് ആകപ്പാടെ ഒരു ജനവിരുദ്ധമാണ് എന്ന തരത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻതൂക്കം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും
ഇത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ കൂടെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു 3 ഇവർക്ക് മുൻതൂക്കം കിട്ടുന്നത്. ഈ മുൻതൂക്കം വെച്ചിട്ടാണ് ഇവർ സാധാരണ എറണാകുളവും കണ്ണൂരും അതെ സാധാരണ ഈ കോർപ്പറേഷനിലെ വിജയം വെച്ചിട്ടാണ് ഇവർ ഈ മുൻതൂക്കം അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ പോലും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനും BJP കിട്ടിയപ്പോൾ കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചു. അതെ കോൺഗ്രസ് പിടിച്ചു മാത്രമല്ല പല പഞ്ചായത്തുകൾ അതെ പഞ്ചായത്തുകൾ മൊത്തം വാർഡുകളുടെ എണ്ണത്തിൽ പോലും അവർ വന്നു. ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണത്തിൽ അവർ വന്നു. എല്ലാത്തിലും കോൺഗ്രസ് മുന്നേറുന്ന അതായത് ഒരു ഭരണവിരുദ്ധത തദ്ദേശത്തിൽ തന്നെ തെളിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇവര് ഇവിടുത്തെ നേതാക്കന്മാർക്ക് സംഭവിച്ചത് പശ്ചിമ ബംഗാളിൽ പണ്ട് സംഭവിച്ചതിന്റെ മറ്റൊരു പതിപ്പാണ്. അതെ അധികാരം രണ്ടാമത് തവണ കിട്ടിയപ്പോൾ അവരങ്ങ് ആസ്വദിച്ചു. മാത്രമല്ല സമരം ചെയ്യാൻ പിന്നെ മറന്നില്ല. സമരം ചെയ്യാൻ എനിക്ക് അറിയില്ലല്ലോ. ഈ ജീവിതം ആസ്വദിക്കുക എന്നുള്ള തലത്തിലേക്ക് നേതാക്കന്മാരെല്ലാം എത്തി. ഏറ്റവും വില കൂടിയ കാറും വില കൂടിയ ഹോട്ടലിൽ താമസം, വലിയ പദവികൾ, പണം, ആഡംബരം, മക്കളെ വിദേശത്ത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി CPM പാഠമാക്കിയില്ല. അതിനുശേഷവും കൂടുതൽ തെറ്റുകളിലേക്കാണ് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. സാധാരണ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്താനുള്ള സംവിധാനം അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ മറികടക്കാൻ വേണ്ടിയാണ് അവർ പെട്ടെന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഈ സാമുദായിക സംഘടനകളെ എല്ലാം അടുപ്പിച്ച് നിർത്തിയൊരു പക്ഷെ അത് അമ്പെ പരാജയപ്പെട്ടു. അപ്പോഴത്തേക്ക് അവിടെ ഒരു സന്ദേശ സിനിമ യോഗം നടത്തിക്കൊണ്ട് ഒരാൾ പറഞ്ഞു നമുക്ക് ജനങ്ങളുമായിട്ടുള്ള താഴെത്തട്ടിലെ ബന്ധം നഷ്ടപ്പെട്ടു പോയി. അതെ അതിവിടെ സംഭവിച്ചു. അപ്പം പക്ഷേ ഈ ജനങ്ങളുടെ നഷ്ടം ഉണ്ടായെങ്കിൽ അവര് സമുദായങ്ങളെ അടുപ്പിച്ച് ഈ നഷ്ടം നികത്താനാണ് ശ്രമിച്ചതെന്നുള്ളതാണ്. അവിടെ അത് കാലം മാറിയ കാര്യം ഇവർ അറിഞ്ഞതുമില്ല. ഈ സമുദായ സംഘടനകളെന്ന് പറഞ്ഞ നേതാക്കന്മാർ പറയുന്നിടത്തൊന്നും ആളുകൾ അവരുടെ സമുദായത്തിൽപ്പെട്ടവരൊന്നും കേൾക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ നടക്കാൻ പോകില്ല. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഭൂരിപക്ഷ സമുദായത്തെ അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ന്യൂനപക്ഷം പൂർണ്ണമായും അകന്നു. മാത്രമല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. അതെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും വലിയ തോതിലുള്ള പോളിംഗ് കേരളത്തിലുടനീളം സംഭവിച്ചു. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ്. ഇന്ന് നമ്മുടെ സംസ്ഥാന ഇലക്ഷന്റെ ചുമതലയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ കേൾക്കാം. അദ്ദേഹം ഒന്ന് പറഞ്ഞത് ചിലപ്പോൾ 90% വരെ എത്തിയേക്കാന്നാണ്. കാര്യം SIR അവർ പറയുന്നുണ്ട്. SIR നടത്തിയിട്ട് മരിച്ചവരുടെയും സ്ഥലം മാറിപ്പോയവരുടെ ഇരട്ടിപ്പുകളെല്ലാം കുറച്ച് ഒരു നല്ല ക്രിസ്പായിട്ടുള്ള ഒരു പട്ടിക വെച്ചാണ് ഇലക്ഷൻ. അതാണ് അതിന്റെ പോയിന്റ്. ഈ SIR കൊണ്ടുവന്ന സമയത്ത് അതിനെതിരെ ഇവിടെ വലിയ തോതിൽ വാള് ഉയർത്തിയ. എന്നാലും കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് വലിയൊരു തരംഗം ആർക്കോ അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ SIR-ന്റെ പോലും ഒരു 80%, 82% നിൽക്കണം. SIR മൂലമാണ്. ഒരുപക്ഷെ അതൊക്കെ കഴിഞ്ഞ് 80% മാർക്ക് കഴിഞ്ഞ് വലിയൊരു അളവിലേക്ക് ഈ വോട്ടിംഗ് പോയാൽ തീർച്ചയായിട്ടും അത് ഒരു തരംഗം അടിയൊഴുക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു അടിയൊഴുക്ക്. ഒരു കാലത്ത് പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് UDF-ന് അനുകൂലം, കുറഞ്ഞാൽ LDF-ന് അനുകൂലം ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി, അതെല്ലാം മാറിപ്പോയിരിക്കും. അതെല്ലാം മാറി ഇന്ന് പുതിയ രീതികൾ വരികയാണ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ രമേശ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്രയും വലിയ തോതിലുള്ള ഒരു പോളിംഗ് ഉണ്ടാവണമെങ്കിൽ അതൊരു ഭരണവിരുദ്ധ വികാരമായി മാറാൻ തന്നെയാണ് സാധ്യത. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇടതുപക്ഷക്കാരായ ചർച്ചക്കാർ പോലും ചർച്ചയ്ക്ക് പോകുന്നവർ പോലും ഭരണവിരുദ്ധത ഉണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് തരംഗമുണ്ടോ എന്നുള്ളതാണ് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ട് എല്ലാ നേട്ടങ്ങളല്ല, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ തെറ്റ് തിരുത്തുമെന്നാണ്. അതായത് നമുക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോഴാണല്ലോ തെറ്റ് തിരുത്തലിന്റെ ആവശ്യം വരുന്നത്. അത് അദ്ദേഹം മുൻകൂട്ടി കാണുകയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ പോയി നമ്മുടെ കേരളത്തിലെ പ്രധാനമായ 3 മുന്നണികളും എല്ലാവരും വികസിത കേരളം, വികസനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം തുടങ്ങിയെങ്കിലും ഇത് ഡീലും പ്രചരണത്തെ നയിച്ചത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ അജണ്ടാസാണ്. വളരെ ഡീല് ആരോപണം വന്നു. അതേപോലെ തന്നെ ഈ മോശം പദപ്രയോഗങ്ങൾ വന്നു. ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന വന്നു, പോമോനെ ദിനേശ വന്നു. അല്ല സാധാരണ ഗതിയിൽ പിണറായി വിജയൻ അത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ കുറച്ചാളും അദ്ദേഹം പ്രേമചന്ദ്രനെ കുറിച്ച് നടത്തിയ പക്ഷെ പുള്ളി ഒന്നാം ഭരണകാലത്തൊക്കെ ആ VS അച്യുതാനന്ദന്റെ പിന്നിലാണ് നിൽക്കുന്ന. ഇത് ഇലക്ഷൻ ആദ്യം നേരിട്ടപ്പോൾ പോലും അദ്ദേഹം വാക്കുകളൊക്കെ സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഇന്ന് തന്നെ ഇപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്ത ശേഷമുള്ള പ്രതികരണം നോക്കിയാൽ അവിടെ ഒരിക്കലും പുള്ളി ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. പകരം പുള്ളി പറയുന്നത് ഇങ്ങനെ ഇവിടെ വികസനമുണ്ട്, ജനം കൈവിടില്ല, പ്രതീക്ഷകൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ വരും എന്ന് പറയാനുള്ള ആർജവം അല്ലെങ്കിൽ ആ ധൈര്യം ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിനാണ് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അദ്ദേഹത്തിന് അതിന്റെ പൾസ് കൃത്യമായിട്ട് അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ പരാജയം സംഭവിച്ചത് ക്ഷീണിതനാണ്. പരാജിതൻ എന്ന് പറയുന്നില്ല, ഒരു ക്ഷീണിതനായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ കുറച്ചും കൂടെ സ്ഥാനാർത്ഥി നമ്മൾ ഈ VS അച്യുതാനന്ദന് തുടർഭരണം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറയും ഉമ്മൻചാണ്ടി 2 സീറ്റുമായിട്ട് അധികാരത്തില്ല. നമ്മൾ പറയുമായിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം പിഴച്ചു. കഴക്കൂട്ടത്തും നെയ്യാറ്റിങ്കരയും പാറശാലയും. കഴക്കൂട്ടത്ത് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ നിന്നെങ്കിൽ ജയിക്കുമായിരുന്നു. പാറശാലയിൽ
ആനാവൂർ നാഗപ്പനാണ് നിന്നത്. പാറശാലയിൽ നിന്ന ആനാവൂർ നാഗപ്പൻ നെയ്യാറ്റിങ്കരയിൽ നിന്ന സെൽവരാജ് അങ്ങോട്ട് അവിടെയും നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അപ്പം ഈ ആനാവൂർ നാഗപ്പൻ്റെ ഒരു ഈഗോ കാരണമാണ് പാറശാല തന്നെ മത്സരിക്കണമെന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ്, നിർബന്ധ ബുദ്ധിയാണ്. അതേപോലെ കഴക്കൂട്ടത്ത് അന്ന് കടകംപള്ളിയെ നിർത്തിയില്ല. അപ്പം ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഭരണം നഷ്ടമായതെന്ന് പൊതുവെ എല്ലാവരും പറയും. അതേപോലെ ഇത്തവണ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. മാത്രമല്ല ഈ VS തിരിച്ചു വരരുത് എന്ന് പിണറായി വിഭാഗത്തിന് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് മാത്രമല്ല, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. ശൈലജ ടീച്ചറിനെ തന്നെ മട്ടന്നൂർ നിർത്തുകയും അവരെ ഒരു പോസ്റ്ററായിട്ട് ഉയർത്തിക്കാട്ടുകയും പിണറായി വിജയൻ നിൽക്കുകയും ചെയ്തിരുന്നതിൽ കുറച്ചും കൂടെ ഒരു മെച്ചം. അതുപോലെ സ്പീക്കർ ഷംസീറിനെ മത്സരിപ്പിക്കാം. കഴിഞ്ഞിട്ടില്ല. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നോക്ക്, ഈ സെക്കൻഡ് കഴിഞ്ഞ തേർഡ് എത്ര MLA മാർക്കാണ് സീറ്റ് കൊടുത്ത വീണ്ടും. അത് മാത്രമല്ല, അതിൽ തന്നെ പല അൺപോപ്പുലർ കക്ഷികളും മത്സരിക്കുന്നുണ്ട് കേരളത്തിലുടനീളം. ഞാൻ തിരുവനന്തപുരത്തെ കാര്യമല്ല പറയുന്നത്, കേരളത്തിലുടനീളം. പാർട്ടി നേരത്തെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്ന ആളുകളെ പോലും പിന്നെ മത്സരിക്കാൻ. എന്നാൽ പൊന്നാനിയിൽ ഒരു ടേമിൽ മത്സരിച്ച അവിടുത്തെ വളരെ ജനകീയനായ നേതാവിന് സീറ്റ് കൊടുത്തില്ല. അപ്പൊ അങ്ങനെ CPM-ന്റെ സീറ്റ് ആകെപ്പാടെ താറുമാറായി. പിന്നെ കോൺഗ്രസിന്റെ അകത്ത് കുറെ അനൈക്യമൊക്കെ ഉണ്ടെങ്കിലും ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്ന ഒരു ആനുകൂല്യം അവര് വളരെ അതൊരു പോയിന്റാണ്. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും കൂട്ടടിയും പ്രശ്നവും വിമതനും ബഹളവും ഒക്കെ ആണെങ്കിൽ ഇത്തവണ അത് കുറവായിരുന്നു. അല്ല, അതായത് മുഖ്യമന്ത്രി ആരെന്നതിനെ കുറിച്ച് മാത്രം ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം അവിടെ ഒരു വലിയ വിമത പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആകപ്പാടെ പറയുന്ന തളിപ്പറമ്പിൽ ഒരു വിമതം മത്സരിച്ചതാണ്. തളിപ്പറമ്പിൽ, അത് തളിപ്പറമ്പ് വേറെ സാഹചര്യമാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിശക്തരായ പയ്യന്നൂരും തളിപ്പറമ്പും ഐഷാപോറ്റിയും അമ്പലപ്പുഴയും പാലക്കാടും എല്ലാം അതിശക്തരായ വിമതർ. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം എല്ലായ്പ്പോഴും കോൺഗ്രസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ CPM-ൽ സംഭവിച്ചത്. ഈ ജി സുധാകരനോ അതിൽ ഐഷാപോറ്റിയോ അവരാരും ചില്ലറക്കാരില്ല, അവരെല്ലാം വളരെ പ്രമുഖരായ TK ഗോവിന്ദനും ഒക്കെ തന്നെ പ്രമുഖരാണ്. ഈ സാധാരണ താഴെത്തട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ ഈ ഒരു കേഡർ പാർട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, കേഡർ എന്ന് പറയുമ്പോൾ ഒരു നേതാവുണ്ടാവും, പക്ഷെ കേഡർ എന്ന് പറയുമ്പോഴും അതൊരു കളക്റ്റീവ് ഡിസിഷനാണ്. ഈ ഡിസിഷൻ മുകളിലുള്ള ആള് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം കേഡർ പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോൾ അവിടെ ഒരു കളക്റ്റീവ് ഡിസിഷൻ ഇല്ല. പാർട്ടി സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. MV ഗോവിന്ദന്റെ അടുത്ത് പത്രസമ്മേളനം ഈ ഇലക്ഷൻ കാലത്ത് നടത്തണ്ട എന്ന് ആരോ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നടത്തിയിട്ടില്ല. പകരം M സ്വരാജാണ് നടത്തുന്നത്. അതെ, ഇത് വാർത്തകൾ വന്നു, മനോരമ മാതൃഭൂമി ഉൾപ്പെടെ വാർത്ത വന്നു, ഇങ്ങനെ ഇത് നമ്മളും കൊടുത്തു. പക്ഷെ അപ്പോൾ പോലും MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തി ഇത് തെറ്റാണെന്ന് തെളിയിച്ചില്ല ആ വാർത്ത. പാർട്ടി സെക്രട്ടറിയോട് പത്രസമ്മേളനം നടത്തണ്ട എന്ന് പറയുന്ന ഏകാധിപത്യമാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ വരെ ഉള്ളൂ. ആ ഒരു പാർട്ടിക്ക് മേലെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി. പിന്നീട് എല്ലാം കൊടിയേരി വളരെ സൗമ്യനായ മനുഷ്യനാണ്. അല്ല, ഞാൻ അത് ഒരു തിരുത്തുന്ന, ഞാൻ VS 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയന്റെ ആദ്യ കാലത്ത് വരെ ഇതിന് കേഡർ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. VS അച്യുതാനന്ദൻ പൂർണ്ണമായും വെട്ടിയൊതുക്കപ്പെട്ടതിന് ശേഷം എല്ലാം പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത്. അതെ, പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത്. പിണറായി വിജയനാണ് തീരുമാനം എടുക്കുന്നത്. ആരെവിടെ മത്സരിക്കണമെന്നൊക്കെ പിണറായി വിജയനാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് ഈ സുധാകരനെ പോലുള്ളവർക്ക് അസംതൃപ്തിയായി. സുധാകരനെ പ്രായാധിക്യം മൂലം മാറ്റി നിർത്തിയതാണ്. പക്ഷെ പിന്നീട് സുധാകരനെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല, പങ്കെടുപ്പിച്ചിട്ടില്ല. പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ പുള്ളിക്ക് മുറിയുണ്ടെന്നാണ്. പക്ഷെ അതെല്ലാം മുറി ഉണ്ടെങ്കിൽ സുധാകരൻ ഉറപ്പായിട്ട് ആ പാർട്ടി ഓഫീസിൽ പോയി ഇരിക്കുമായിരുന്നു. സുധാകരൻ എന്തായാലും പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറ്റിയില്ല. മാത്രമല്ല രമേശ്, ഇപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾ സുധാകരൻ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷേ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വളരെ പ്രമുഖനായ നേതാവായിരുന്ന ജി സുധാകരനെ കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആക്കിയിട്ടില്ല. അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള കേരളത്തിലെ നേതാക്കന്മാർ കേന്ദ്ര കമ്മിറ്റി. അതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള M വിജയകുമാർ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചത്. അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ശേഷം അഖിലേന്ത്യാ പ്രസിഡന്റായ MA ബേബി ഇപ്പം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ വിജയകുമാർ എന്ന് പറയുന്ന സഖാവിന് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയേ ഉള്ളൂ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് പോലെ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 5 തവണ മത്സരിച്ച് 4 തവണ പരാജയപ്പെടുത്തിയ, അതെ, ഒരു കാലത്ത് വളരെ ജനകീയനായ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് പോലും വരാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇവരുടെ രീതിയിൽ വളരെ സൗമ്യനായ ഒരാളാണ്. അത് മാത്രമല്ല, VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഭിന്നതയുടെ കാലത്ത് ആദ്യഘട്ടത്തിൽ പിണറായിക്കൊപ്പം പോവാത്ത VS-നൊപ്പം നിന്ന, VS-ന്റെ മന്ത്രിസഭ വന്നപ്പം എനിക്ക് മന്ത്രിയാക്കണമെന്ന് VS നിർബന്ധം പിടിച്ചൊരു നേതാവായിരുന്നു വിജയകുമാർ. അപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം നേരിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. BJP-യിലേക്ക് വരുമ്പോഴോ ഈ തെരഞ്ഞെടുപ്പിന് BJP എങ്ങനെയായിരുന്നു നേരിട്ടെന്ന് പറയുന്നത്? BJP എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ചു കാലമായിട്ട് മുരളീധരൻ പ്രസിഡന്റ് ആയതിനു ശേഷം മികച്ച സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മികച്ച സ്ഥാനാർത്ഥികൾ, വോട്ട് കച്ചവടം എന്ന് പറയുന്ന പ്രയോഗം തന്നെ BJP-യിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചൊരു
ഏതാ വി മുരളീധരൻ. പക്ഷേ ഇത്തവണ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം, തൃപ്പൂണിത്തറ നല്ല സ്ഥാനാർത്ഥി ഇല്ല, ചാത്തന്നൂർ നല്ല ഫൈറ്റ് വയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന അവിടെ അത്ഭുതം പറ്റുമായിരുന്നു. ചെങ്ങന്നൂർ നല്ല സ്ഥാനാർത്ഥിയില്ല. ഞാൻ പറയുന്നത് ഇത് BJP യുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളാണ്. മാത്രമല്ല രമേശ്, ഞാൻ 22 മണ്ഡലങ്ങളിൽ നേരിട്ട് സർവേക്ക് പോയത്. അതെ, ആകെപ്പാടെ ഞാൻ പറയുന്ന ആകെപ്പാടെ നല്ല സ്ഥാനാർത്ഥികളുള്ളത് നേമത്തും കഴക്കൂട്ടത്തും പാലക്കാടും മഞ്ചേശ്വരത്തും മാത്രമാണെന്ന് പറയേണ്ടി വരും. അപ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ അവരെതിരായ ആളാണെങ്കിൽ പോലും പല BJP യുടെ ആളൊക്കെ ഇങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ പലരും പറഞ്ഞൊരു അതൃപ്തി ഈ 2020 കൊണ്ടുവന്നതിന് ശേഷം 2020 വന്നതിൽ അവർക്ക് സന്തോഷമുള്ളൂ, കാരണം സാധ്യത വലിയൊരു പ്രമുഖനായ ഒരാളൊന്നും. പക്ഷേ ഇവർ സ്ഥാനാർത്ഥിയാക്കിയത് പലരും അജ്ഞാതരാണെന്ന്, അവരാരാണ്, സീരിയലുകാരാണ്. അപ്പോൾ BJP ആളിനെ കിട്ടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് നിർത്തിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷേ ഈ അറിയപ്പെടുന്ന BJP യുടെ നേതാക്കൾ ഉള്ള BDJസിനെ പോലും നമ്മൾ താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് BJPക്കാർ താമരയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് താമര ചിഹ്നത്തിൽ മത്സരിച്ച BDJസുകാരുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം, അതായത് താമരയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് അവർ, വേറൊരാൾ വന്നാൽ അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം വരത്തില്ല. അതിലുപരി എപ്പോഴും ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു പ്രദേശം ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മികച്ച സ്ഥാനാർത്ഥികളുണ്ട് അവിടെ, അവർ ജയിച്ചേക്കാം, BJP ജയിച്ചേക്കാം. പക്ഷെ അപ്പോഴും മികച്ച സ്ഥാനാർത്ഥികളെ പല അത് CPI BJP അന്തർധാരയാണോ എന്ന് സ്വാഭാവികമായും പലരും സംശയം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അതിന്റെ ഗുണം ഇനി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണെന്ന് വേണം. നമ്മളെ സർവേ നോക്കിയാൽ തന്നെ തൃപ്പൂണിത്തറ പോലൊരു സ്ഥലം, അവിടെ പോലും ബഹുദൂരം മുന്നിലാണ് ഈ കോൺഗ്രസ്. കാര്യം അത് BJP യുടെ സ്ഥാനാർത്ഥി വീക്കായതുകൊണ്ടാണ്. അങ്ങനെ പല സ്ഥലത്തും തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നേരത്തെ നമ്മുടെ തുറവൂർ ശബര സാറ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവരൊക്കെ മത്സരിച്ചപ്പോൾ അവർ വലിയ തോതിൽ വോട്ട് നേടിയിട്ടുണ്ട് അവിടെ. അപ്പൊ ഇപ്പൊ എന്നിട്ട് ഒരു ആക്ട്രസിനെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ കൃത്യമായ ധാരണ ഇല്ലാത്ത ഒരാളായിട്ടാണ്. അതെ, നമ്മൾ ഈ സർവേ ഒക്കെ നടത്തി ഇതൊക്കെ നമ്മളൊരു പൊതുധാരണയിലാണ് നടത്തുന്നത്, അതിന്റെ വിലയിരുത്തലുകൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടല്ലോ, വലിയ തോതിലുള്ള വോട്ടർ ടേൺ ഔട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. SIR ഒക്കെ വന്നിട്ട് കൃത്യമായിട്ട് വന്നു. ഈ ആളുകളെല്ലാം കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഭരണവിരുദ്ധതയാണോ, ഇനി പിണറായി വിജയനുള്ള അംഗീകാരമാണോ, ഒന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ തവണ തന്നെ മോഹൻലാൽ വോട്ട് ചെയ്യാൻ വന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് വന്നിട്ട് അദ്ദേഹം കുറേ നേരം ക്യൂലൊക്കെ നിന്ന് വളരെ ബുദ്ധിമുട്ടിയൊക്കെ പോയി. ഇദ്ദേഹം ഇത്തവണ 6 മണിക്ക് തന്നെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. 6:30 മണിക്ക് അദ്ദേഹം അവിടെ എത്തി. എന്നിട്ട് 1 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. അത് പറയുമ്പോഴാണ് നമ്മുടെ സിനിമാ താരങ്ങൾ പ്രധാനപ്പെട്ട എല്ലാവരും മമ്മൂട്ടി വന്നു, എല്ലാവരും വന്നു. പൃഥ്വിരാജ് മാത്രമാണ് ഇതിൽ മാസ്ക് വെച്ച് വന്നത്. പൃഥ്വിരാജും ഭാര്യയും. കേരളത്തിൽ ഇപ്പം പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കേരളത്തിന്റെ പൊതുജന ആരോഗ്യത്തില് പൃഥ്വിരാജിന് പോലും വിശ്വാസം ഇല്ലാന്ന് കാണാം ഈ മാസ്ക് വെച്ച് വന്നതിൽ. അല്ലെങ്കിൽ പിന്നെ മാസ്ക് വെച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മനുഷ്യൻ മാസ്ക് വെച്ച് പൊതു സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ അവിടെ വൈറസുകളുണ്ട്, നമ്മുടെ പരിസരം കൃത്യമല്ല എന്നൊരു ആശങ്കയെന്നാണല്ലോ. ഇടയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന മമ്മൂട്ടി പോലും അദ്ദേഹം വന്ന് കൂളായിട്ട് വന്നു. എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് മാസ്ക് വെച്ചതെന്നുള്ളതാണ്. ചിലപ്പോൾ വല്ല ജലദോഷ പനി എന്തെങ്കിലും കാണുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല. പക്ഷേ പൃഥ്വിരാജ് കരുതുകയാണ് മാസ്ക് വയ്ക്കാതെ ഇറങ്ങിയാൽ പെട്ടുപോകുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതാണ് നമ്മൾ ഈ താരങ്ങളിൽ. പിന്നെ ആസിഫ് അലി വന്നു. ആസിഫ് അലി പറഞ്ഞൊരു രസകരമായ സാധനമൊന്നുമല്ല, PJ ജോസഫ് ആസിഫ് അലി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തൊടുപുഴയെ മത്സരിക്കുമെന്നൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു. അത് ഉറപ്പുവരുത്താൻ വേണ്ടി PJ ജോസഫ് വീട്ടിൽ വിളിച്ച് ചോദിച്ചു എന്നാണ്. ആസിഫ് അലിയുടെ പിതാവ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനാണ്. അതെ. അങ്ങനെ PJ ജോസഫിന്റെ കൗതുകം ഉണ്ടായിരുന്നു അവിടെ എതിരാളിയായി ആസിഫ് അലി വരുമെന്ന്. അത് ആസിഫ് അലി പറയുന്നത്. പക്ഷേ ആസിഫ് അലി രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, പിഷാരടി അടുക്കമുള്ളവരെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അതെ എല്ലാവരും വളരെ നല്ല ഒരു ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, ഈ എന്താകും ഇനി നാളെ UDF-നാണ് ഭരണം കിട്ടുന്നതെന്ന് ഇരിക്കട്ടെ, അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഭരണം കിട്ടി. ഇന്ന് 6 മണിക്ക് വോട്ടെടുപ്പ് തീരുകയാണല്ലോ. നാളെ മുതൽ തന്നെ കോൺഗ്രസിൽ തർക്കം തുടങ്ങും. തർക്കം തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം UDF വരുമെന്നുള്ളതാണ്. എന്തായാലും വരുന്നാലും ഇല്ലെങ്കിലും നാളെ മുതൽ തന്നെ മുഖ്യമന്ത്രി പറ്റിയുള്ള തർക്കം തുടരും. അത് ഇപ്പോൾ രമേശ് ചെന്നിത്തല നേരിട്ട് തുടങ്ങിയില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ പറയും രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി, PJ കുര്യനെ പോലെ ആരെങ്കിലും ഇനി വളരെ സജീവമായി അത്തരം ചർച്ചകൾ അവർ നടത്തും. ക്യാമ്പയിനിങ് തുടങ്ങും. ക്യാമ്പയിനിങ് പിന്നെ ജയിക്കാനുള്ളവരെ സോപ്പിടൽ എല്ലാം അവർ അണിയറയിൽ നടത്തും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ എന്നും ഹൈക്കമാൻഡ് വിചാരിക്കുന്നവർ മാത്രമേ കേരളത്തിന് മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് 80-കൾക്ക് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അല്ല, അന്നത്തെ ഒരു വലിയ പ്രത്യേകത അന്ന് KK നായരനെ നമുക്കറിയാം ആര് മുഖ്യമന്ത്രിയാവും നമുക്കറിയാം. അല്ല, എന്നാൽ പോലും AK ആന്റണിയും കരുണാകരനും തമ്മിലുള്ള തർക്കം നമുക്കപ്പോൾ അറിയാം. AK ആന്റണിക്ക് ഒപ്പമല്ല ഹൈക്കമാൻഡ്, കരുണാകരനൊപ്പമാണ്
അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ എ കെ ആന്റണിക്ക് അപ്പോൾ കരുണാകരൻ പുറത്തായി, പിന്നെ ഉമ്മൻചാണ്ടി വരെ അങ്ങനെ പോയി. ഇപ്പോഴും കേരളത്തിൽ ഹൈക്കമാൻഡിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവുണ്ട്, കെ സി വേണുഗോപാൽ. അതെ, ഭാഗമാണ്. അതെ, അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാൽ മാറിക്കൊടുത്താൽ മാത്രമേ കേരളത്തിലൊരു നേതാവിന് വരാൻ പറ്റൂ. അപ്പം കെ സി വേണുഗോപാൽ മാറുകയും വേണം, പുതിയ ആളെ കെ സി വേണുഗോപാൽ തന്നെ ചൂസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡു ഓർ ഡൈ പോരാട്ടമാണ്. അതെ, കാര്യം 10 വർഷമൊക്കെ പ്രതിപക്ഷത്ത് ഇരിക്കാൻ തന്നെ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുകയും UDF-നെ എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ ഏറെ സഹായിച്ചതൊന്നും മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തൂത്തുവാരുകയാണ്. അത് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസം അവരുടെ മേഖലകളിൽ, അവർ ശക്തമായ മേഖലകളിൽ ലീഗ് തിരിച്ചു പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അവർ 25 സീറ്റിൽ 27ആണ്, പക്ഷേ 2 എന്തോ 25 സീറ്റാണ് അവർ പ്രധാനമായും മത്സരിക്കുന്നത്. ഈ 25 സീറ്റിൽ ഒരു 20-21 സീറ്റ് ജയിക്കാനാകുമെന്നൊരു വിശ്വാസം. അതെ അതെ, പ്രത്യേകിച്ച് മലപ്പുറത്ത് തൂത്തുവാരുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ഈ വിശ്വാസം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപ്പർ ഹാൻഡ് ഈ സമയത്തെല്ലാം മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് എടുത്തൊരു വളരെ സമീപനം, കോൺഗ്രസിന് അനുകൂലമായൊരു സമീപനം അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടത്തില്ല. ഈ ആദ്യം തന്നെ 27 സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ചർച്ചകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ കോൺഗ്രസിന് പൂർണ്ണമായും വഴങ്ങി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ അത് CPM-ന് അനുകൂലമാകുമായിരുന്നു. അതിന് CPM പലപ്പോഴും ശ്രമിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഈ കെണിയിൽ മുസ്ലിം ലീഗ് വീണില്ല എന്നുള്ളതാണ് UDF-ന് ഏറ്റവും. ഇനി നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, LDF ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ CPM-ലെ അവസ്ഥ എന്തായിരിക്കും? പിണറായിക്കെതിരെ വളരെ സംഘടിതമായ തോതിൽ ഒരു വിമർശനവുമായി ആൾ രംഗത്ത് സാധ്യത ടി ഗോവിന്ദനെയൊക്കെ പോലുള്ള സുധാകരനെ പോലുള്ള ആൾ രംഗത്ത് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഈ ഇലക്ഷനിൽ CPM തോറ്റു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള 3 നേതാക്കൾ, അത് 3ഉം കണ്ണൂരുള്ളവരാണ്. ഒന്ന് ശൈല ടീച്ചർ എന്ത് പറയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശൈല ടീച്ചർ പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി മത്സരിക്കുകയാണ്. അത് എന്നിട്ട് അവർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടിയ സീറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ ശൈല ടീച്ചർ തോക്കുവോ ജയിക്കുവോ 2 വരി സംഭവിച്ചിട്ട് CPM-ന് ഭരണം പോയാലും സങ്കീർണമായ സാഹചര്യം ശൈല ടീച്ചർ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. പിന്നെ 2 പേര് P ജയരാജനും EP ജയരാജനും. P ജയരാജനും പറയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ P ജയരാജനുള്ള സ്വാധീനം അതുണ്ട്. അതേപോലെ EP മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പം മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിലും EP നടത്തുന്ന ഒരു വിഷയം ഉണ്ടായാൽ EP ഇടപെടും. അല്ല, CPM തോറ്റാൽ EP കാര്യങ്ങളെല്ലാം പറയുമെന്ന് തന്നെയാണ്. ഇപ്പം G സുധാകരൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ നേതാക്കളൊന്നും അതിഭീകരമായി കുറ്റപ്പെടുത്തിയിട്ടില്ല. സുധാകരൻ ചെയ്യുന്നത് പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ല. ആരാണെന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവരെല്ലാവർക്കും സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ. ഈ P ജയരാജന്റെ അവസ്ഥ ആലോചിച്ചു നോക്കുക. അത് ഒതുക്കിയില്ല, നിരന്തരമായി MP ജയരാജൻ പിന്നെ ഒരു താളത്തിന്. അതെ, P ജയരാജൻ എന്ത് പറയും? P ജയരാജന് സ്വാഭാവികമായിട്ട് ഇത്തവണ ഒരു സീറ്റ് തലശ്ശേരിയിലോ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് P ജയരാജൻ. പക്ഷേ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഈ എന്താണ് എല്ലാ വിലക്കുകളും പിണറായിക്ക് മാത്രം ബാധകമല്ല എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ ഇപ്പോൾ CPM. അതെ, അത് ഈ പ്രതിപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യതയാണ് എനിക്കും തോന്നുന്നത്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ CPM-ൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ളതാണ്. അതെ, പിണറായി വിജയൻ്റെ ആഗ്രഹങ്ങളൊന്നും അക്കാര്യത്തിൽ നടത്താൻ ആരും സമ്മതിക്കത്തില്ല. ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ മുഖങ്ങൾ പോലും ചിലപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സർവേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച് ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം, എല്ലായിടത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വലിയ ചിത്രങ്ങളും ഹോർഡിംഗ് ഒക്കെ വയ്ക്കുന്നത് അതിലൊന്നും പിണറായിയുടെ ചിത്രമല്ല. അതെ, സ്ഥാനാർത്ഥികളാരും പിണറായി വിജയൻ്റെ പടം വച്ചിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ്റെ ഒറ്റയ്ക്കുള്ള പടം പല PR വർക്കുകളുടെ ഭാഗമായിട്ട് എല്ലായിടത്തും വച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയും പണ്ട് VS അച്യുതാനന്ദൻ്റെ പടം വെച്ചാണ് എല്ലാം മത്സരിക്കുന്നത്. അത് അവസാനം എല്ലാം അങ്ങനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു, പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട പഴയ CPM സംസ്ഥാന കമ്മിറ്റി ആകുമ്പോൾ MLA രാജഗോപാൽ VS അച്യുതാനന്ദന്റെ പടം വെച്ചാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇപ്പം അതെ KC രാജഗോപാലൻ വോട്ട് പിടിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം ക്യാപ്റ്റന്റെ പടം ഇല്ല, ഒരു പടം നയിക്കുന്ന ആളുടെ പടം സ്ഥാനാർത്ഥികൾ ഒഴിവാക്കി. അപ്പോൾ ഏതായാലും കേരളത്തിലെ ഈ ഇന്ന് നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു മാറ്റത്തിന് വഴിവെക്കും എന്നുള്ളത്. ആ മാറ്റത്തിന് വഴിവെക്കുന്നതിൻ്റെ തെളിവാണ് കേരള ഇതൊരു പോളിംഗ് ശതമാനത്തിലെ മാറ്റം. അത് തന്നെ അത്ഭുതമാണ്. കേരളത്തിലെ SIR നടപ്പാകുമോ എന്നൊക്കെ സംശയിച്ച ആളുകളുണ്ട്. കേന്ദ്രത്തിനെ കൊണ്ട് സാധിപ്പിക്കുമോ, അതെല്ലാം
അപ്രസക്തമായിട്ടൊക്കെയാണ് SIR. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അടൂർ പ്രകാശാണല്ലോ ഈ പരിപാടി തുടങ്ങി അതെ, ഈ ഇരട്ടിപ്പിന്റെ കണ്ടുപിടിച്ചു. അതിന്റെ ഒരു തുടർച്ചയായി പിന്നെ SIR കൂടെ വന്നപ്പോഴത്തേക്കും ഇത് ക്ലീൻ ഒരു ശുദ്ധീകരണം ഉണ്ടായി. കേരളത്തിൽ ആരും അങ്ങനെ വലിയ പരാതികൾ പറഞ്ഞില്ല. അങ്ങനെ SIR ഉണ്ടാക്കിയ ഒരു ശുദ്ധീകരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധീകരണം ആവുമോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. അതാണ് കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ഇത് മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് പോകുമോ? CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർ പ്രതിപക്ഷത്തേക്ക് പോകണമെങ്കിൽ മറ നീക്കി പുറത്തു വരികയും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അത് എത്തുകയും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം കണ്ണൂർ TK ഗോവിന്ദനെ പോലുള്ള ഒരാൾ പാർട്ടി വിട്ടുപോയി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ, UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ജീവസുദാനം കുറെ കാലം കൊണ്ടെങ്കിലും നമ്മുടെ സർവേയിൽ തന്നെ TK ഗോവിന്ദന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ചെറിയ എഡ്ജേ ഉള്ളൂ. അതെ, ചെറിയ എഡ്ജ് മാത്രമേ അവിടെ ഉള്ളൂ. ഈ എഡ്ജിനെ മറികടന്ന് ജയിക്കുക വല്ലതും കൂടെ ചെയ്താൽ, പയ്യന്നൂരിലും തളിപ്പറമ്പിലെ ഏതെങ്കിലും ഒരു വിമത സ്ഥാനാർത്ഥി ജയിക്കുകയും കൂടെ ചെയ്താൽ അത് CPM-ൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറി അതിരൂക്ഷമായിരിക്കും. പക്ഷെ തുടർഭരണം കിട്ടിയാൽ തിരിച്ചു സംഭവിക്കും. പിന്നെന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധർക്കെല്ലാം പണിയാകും. എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നാൽ പിണറായി മുഖ്യമന്ത്രിയായി പ്രധാന വകുപ്പ് റിയാസിന് പോകാൻ പോലും സാധ്യതയുണ്ട്. വീണ്ടും ജയിച്ചു വന്നാൽ. ഏതായാലും നമ്മളെ ഈ ഇന്നത്തെ ഈ ലിസ്റ്റൊക്കെ കൂടെ അവസാനിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മണ്ഡലം അരുവിക്കരയാണ്. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ ചെന്ന് ആദ്യം വോട്ട് ചെയ്ത്. രമേശ് മണ്ഡലത്തിൽ ഉച്ചയ്ക്ക് ശേഷം ചെന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ വളരെ നാളുകളായി തുറന്നു വന്നിരുന്ന ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും ലിസ്റ്റോക്കും സംവാദങ്ങളും ഒക്കെ നമ്മൾ നടത്തിയിരുന്നു, അഭിമുഖങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇന്നത്തോടുകൂടി അതിനെല്ലാവരും പരിസമാപ്തിയാവുകയാണ്. ഇനി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. മോഹൻലാൽ പറഞ്ഞ പോലെ നമ്മളെ കടമ ചെയ്തു പൊട്ടിക്കുമ്പോഴാണ്. ഏതായാലും വീണ്ടും കാണാം. നമസ്കാരം.